റെയിൽവേ RRB NTPC +2 ലെവൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നു. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് സംശയമുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. കൃത്യമായ വീഡിയോ കാണാം. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എന്റേതായ കുറച്ച് സജഷൻസ് തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മളെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയാം എന്താണ് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്കുള്ള സംശയങ്ങളിൽ ഒന്നാമത്തത് എവിടെ അപ്ലൈ ചെയ്യണം. എവിടെ അപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആൾക്കാരല്ലേ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളല്ലേ ഉള്ളത്, അല്ലെ പ്രത്യേക സാഹചര്യങ്ങളല്ലേ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ സാഹചര്യം, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. അത് എവിടെയാണെന്നോ എന്താണെന്നുള്ളതോ എന്റെ പ്രശ്നമല്ല. അതാണ് ഒരു വിഭാഗം ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് കേരളത്തിനടുത്ത് സൗത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട്. അവരെ പ്രശ്നം എന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് കാഴ്ചയിൽ ചെറിയ വിഷയമുണ്ട്. കാഴ്ച പരിമിതരായിട്ടുള്ള ആൾക്കാർ, ഭയങ്കര പരിമിതി ഒന്നല്ല, നമുക്ക് കണ്ണട വെച്ച ആൾക്കാർ, അതുപോലെ തന്നെ സർജറി ചെയ്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രധാനപ്പെട്ട എല്ലാ RRBകളിൽ കൂടെയും കടന്നു പോകും. അതിന്റെ നെഗറ്റീവ് സൈഡുകളും പോസിറ്റീവ് സൈഡുകളും ഡിസ്കസ് ചെയ്യും. ഇത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, തീർച്ചയായിട്ടും RRB അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിം ആണ്. അതിൽ പ്രോപ്പറായി തന്നെ അബദ്ധങ്ങൾ കാണിക്കാണ്ടിരിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. റെയിൽവേ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, സോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ ആ സോണിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അഥവാ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, 5-10 വർഷമൊക്കെ നിങ്ങൾ അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അവിടുന്ന് മാറാൻ കഴിയില്ല. ഓക്കെ, അപ്പോ ഡിസിഷൻ എടുക്കുമ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സോൺ സെലക്ഷൻ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. പെട്ടെന്ന് ചാടിക്കേറി അബദ്ധങ്ങൾ കാണിക്കാണ്ടിരിക്കുക. അതുകൊണ്ടാണ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇനി ഇത് അപ്ലൈ ചെയ്താൽ മാത്രം പോലെ പഠിക്കുകയും വേണം. അപ്പോ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ദിശ അക്കാദമി കുട്ടികളെ കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണം, നമ്മൾ പുതിയ NTPC ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓഫ്ലൈനായി വന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഓഫ്ലൈൻ ആണെന്ന് പറയാം. അവിടെ ഉള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എനിക്ക് ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്, അല്ലെ? അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ഡെമോ സെഷൻസ് ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് പ്രധാനമായി 5 സെന്ററുകൾ ഉണ്ട്. നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് എനിക്ക് ഡെമോ സെഷൻ, ഓഫ്ലൈൻ ഡെമോ സെഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതും അറേഞ്ച് ചെയ്ത് തരും, കോൺടാക്ട് ചെയ്ത് റെഡിയാക്കി തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉള്ളത്. എന്തൊക്കെയാണ് ആ 3 ഫാക്ടേഴ്സ്? ഒന്നാമത്തത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്, അവിടെ പ്രധാനമായിട്ട് 3 സ്റ്റാൻഡേർഡ്സ് ഉള്ളത്. നമുക്കറിയാം, നമുക്ക് 4 പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനുള്ളത്. ആ 4 പോസ്റ്റുകൾ 3 സ്റ്റാൻഡേർഡുകളുടെ അടിയിലാണ് വരുന്നത്. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ആണ് A3 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. അതായത് നല്ല വിഷൻ നിങ്ങൾക്ക് വേണം. അവിടെ സർജറി ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ലേസിക് സർജറി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. കണ്ണട ഇല്ലാത്ത ആളുകളായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. 6/9 ആണ് പറയുന്നത്. ഓക്കെ, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് 6/9 ആയിരിക്കണം. അത് കണ്ണട പ്രശ്നമല്ല, പക്ഷെ എന്തായിരിക്കണം, 6/9 ആയിരിക്കണം. 6/9 കുറയാൻ വേണ്ടി പാടില്ല. ഇതാണ് A3 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് ഏതാ, ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എവിടെയാണോ നിങ്ങൾക്ക് ട്രെയിൻസ് ക്ലർക്ക് വേക്കൻസി ഉള്ളത് അവിടെ വേണം അപ്ലൈ ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് അത്രയും മെഡിക്കൽ കാഴ്ച ഇല്ല, നിങ്ങൾക്ക് B2 സ്റ്റാൻഡേർഡ് ഉള്ളതെന്ന് വിചാരിക്കുക. B2 സ്റ്റാൻഡേർഡ് ഇവിടെ ഉണ്ട്. 6/9 പറ്റും, 6/12 പറ്റും. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഇനി അതുപോലെ തന്നെ സർജറി എന്താണ്, അലൗഡ് ആണ്. സർജറി കഴിഞ്ഞ ആളുകൾക്കും ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ പോസ്റ്റിന്റെ പേര് മറന്നു പോയത്, കൊമേഴ്ഷ്യൽ ക്ലർക്ക് ഉണ്ട് കേട്ടോ, കൊമേഴ്ഷ്യൽ ക്ലർക്ക്. ഇനി അവസാനത്തെ പോസ്റ്റ് ആണ് ടൈപ്പിംഗ് പോസ്റ്റ്. ടൈപ്പിംഗ് പോസ്റ്റിന് കാഴ്ച വലിയ വിഷയമല്ല, C2 ആണ്. നിങ്ങൾക്ക് 6/12 ആയാലും കുഴപ്പമില്ല, കുറച്ചും കൂടെ കുറവാണെങ്കിലും കുഴപ്പമില്ല. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്, കണ്ണട വെച്ചാലും ഇല്ലെങ്കിലും വിഷയമല്ല, സർജറി ചെയ്താലും ഇല്ലെങ്കിലും വിഷയമല്ല എന്നുള്ളതാണ് ഈ C2 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം റിലാക്സേഷൻ നിങ്ങൾക്ക് അവിടെ
എന്തിന്റെ കേസിലുണ്ട്, കാഴ്ചന്റെ കേസിലുണ്ട്. അപ്പൊ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സോണിലും വരുന്ന സമയത്ത് ഇവിടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ, എന്റെ കാഴ്ചശക്തിക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ഏതാണുള്ളത് നോക്കണം. അത് കൂടുതലുള്ളിടത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഇതൊക്കെ അവസാനത്തേക്ക് നിങ്ങൾക്ക് പ്രോപ്പർ സജഷൻ ആയിട്ട് തരാം കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് കേരളത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസാ. ഇത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമല്ല. ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അല്ലെ. നമ്മളെ വീട്ടില് ചിലർ അടഞ്ഞു കിടക്കുന്ന ആൾക്കാരായിരിക്കും, സ്വാതന്ത്ര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അവർക്ക് ചിലപ്പം സ്വന്തമായി കുറച്ചു കാലം ഒറ്റയ്ക്ക് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഡിസ്റ്റൻസ് ഫ്രം കേരളം ഒരു പ്രശ്നമല്ല. അല്ലാത്ത ആളുകൾക്ക്, അതായത് വീട്ടിൽ തന്നെ നിൽക്കണം, വീടുമായി കണക്റ്റഡ് ആയിരിക്കണം, അടുത്ത സ്ഥലങ്ങളായിരിക്കണം എന്നുള്ള ആളുകൾക്ക് ഡിസ്റ്റൻസ് ഫ്രം കേരള ഒരു വിഷയമാണ്. ഇപ്പൊ കേരളത്തിന്റെ അടുത്ത് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്ന ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ വേക്കൻസീസ് ആണ്. അതായത് എവിടെ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാവും. നമുക്ക് ഒരു വേക്കൻസി ഉള്ളത് നമ്മൾ പോയി അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പരമാവധി വേക്കൻസി കൂടുതലുള്ള സ്ഥലങ്ങൾ തന്നെ ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ കൂടെ ഒപ്റ്റിമലായി വരുന്ന സ്ഥലങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക്. ശരി, ഇതാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മൾ തൊട്ടടുത്തുള്ള നമ്മളെ സോൺ ആയിട്ടുള്ള തിരുവനന്തപുരം സോൺ ഒന്ന് നോക്കാം. തിരുവനന്തപുരം നമ്മുടെ ഹോം സോൺ ആണ് അല്ലെ. അവിടുത്തെ വേക്കൻസി ഒന്ന് നോക്കടാ, വെറും 86 വേക്കൻസീസേ ഉള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡീമെറിറ്റ്. അതിൽ തന്നെ B2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ രണ്ടാമത് പറഞ്ഞ കാഴ്ചശക്തി സ്റ്റാൻഡേർഡ്, അതിൽ 83 വേക്കൻസി ഉണ്ട്. ബാക്കി 3 വേക്കൻസി എത്രയാ, A3 ആണ്. അതായത് ഇവിടെ C എന്ന് പറയുന്ന C3ക്ക് ഇവിടെ എന്തില്ല, വേക്കൻസി ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോ B2 സ്റ്റാൻഡേർഡ്സ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. വേറെ ആരും ഇവിടെ അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. നിങ്ങൾ മെയിൻ ആയിട്ടും ട്രെയിൻസ് ക്ലർക്കാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയോ വേണ്ട എന്നുള്ളതാണ്. ഇവിടെ ആകെ കൊമേഴ്ഷ്യൽ ക്ലർക്കിന് മാത്രമാണ് അത്യാവശ്യം വേക്കൻസി ഉള്ളത്, ഓർത്ത് വെച്ചോളാം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ അപ്ലിക്കേഷൻ അളവ് നോക്കിയിട്ടാണ് ഇത്രയും ആപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 12,000 വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗസ് ആണ്. അവിടെ കോമ്പറ്റീഷൻ റേഷ്യോ 1:140 ആണ്. അതായത് 140 ആൾക്കാർക്ക് ഒരു സീറ്റ് എന്നുള്ളതാണ്. ജസ്റ്റ് കോമ്പറ്റീഷൻ റേഷ്യോ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എവിടെയാണ് കോമ്പറ്റീഷൻ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്, എക്സാക്ട് നമ്പേഴ്സ് അല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്. ശരി, അപ്പൊ 1:140 ആണ്. വലിയ കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയാ കോമ്പറ്റീഷൻ ആണ് തിരുവനന്തപുരത്തുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ സോൺ, നമ്മൾ തൊട്ടടുത്തുള്ള സോണായിട്ടുള്ള ചെന്നൈയിലേക്ക് പോവാം. ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേക്കൻസി നോക്കാം. വേക്കൻസി എത്രയാ, 80. തിരുവനന്തപുരത്തെക്കാളും കുറവാണ് വേക്കൻസി. ഇനി അവിടെ കൊമേഴ്ഷ്യൽ ക്ലർക്കിന് 21 വേക്കൻസി ഉള്ളത്. തിരുവനന്തപുരത്താണ് കൊമേഴ്ഷ്യൽ ക്ലർക്ക് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇനി അക്കൗണ്ട്സ് ക്ലർക്ക് C2, നമ്മൾ നേരത്തെ പറഞ്ഞ C2 വേക്കൻസി എത്ര ഉണ്ട്, 58 ഉണ്ട്. അതുപോലെ തന്നെ A3 വേക്കൻസി ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ C2 വേക്കൻസി 58 ഉണ്ട്, B2 വേക്കൻസി 21 ഉണ്ട്, ട്രെയിൻസ് ക്ലർക്ക് ഒരെണ്ണം ഉള്ളത്. ഓക്കെ, ഇനി അവിടുത്തെ പ്രശ്നം എന്ത് തന്നെയാ, കോമ്പറ്റീഷൻ റേഷ്യോ നേരത്തെ 1:140 ആണെങ്കിൽ ഇവിടെ 1:125 ആണ്. കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. സ്റ്റിൽ ഏതാണ്ട് സിമിലർ തന്നെയാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. വലിയ വ്യത്യാസമൊന്നുമില്ല തിരുവനന്തപുരം ചെന്നൈയും തമ്മിൽ. നിങ്ങൾ കാര്യമായ വ്യത്യാസം എക്സ്പെക്ട് ചെയ്യരുത്. ഇനി അടുത്തതാണ് ബാംഗ്ലൂർ. അപ്പോ നമ്മൾ തൊട്ടടുത്തുള്ള മൂന്നാമത്തെ ഒരു സോണാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിനെ പറ്റി പറഞ്ഞാൽ ഇതിനേക്കാളും മോശമാണ് അവസ്ഥ. ആകെ വേക്കൻസി 54 ആണ്. 54 വേക്കൻസി ഉള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും B2 32 വേക്കൻസി, കൊമേഴ്ഷ്യൽ ക്ലർക്ക് 32 ഉണ്ട്, അക്കൗണ്ട്സ് ക്ലർക്ക് 20 ഉണ്ട് C2. അതുപോലെ തന്നെ ട്രെയിൻസ് ക്ലർക്ക് 2 വേക്കൻസി ആണുള്ളത്, A3 2 വേക്കൻസി ആണുള്ളത്. അപ്പോൾ ഇവിടെ വേക്കൻസി കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണെന്നുള്ളത് തന്നെയാണ് പ്രശ്നം. കോമ്പറ്റീഷൻ റേഷ്യോ എന്താ, 1:139. വലിയ കോമ്പറ്റീഷൻ ആണ്. തിരുവനന്തപുരവും ചെന്നൈയും അതുപോലെ തന്നെ ബാംഗ്ലൂരും നമ്മൾ അടുത്തുള്ള എല്ലാ സ്ഥലത്തും നല്ല കോമ്പറ്റീഷൻ ആണ്. വേക്കൻസി അത്രയും കുറവാണ്. അപ്പോൾ എന്റെ ഒരു കോമൺ സജഷൻ ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യാം, നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് അവസാനം ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി അഡ്വാൻറ്റേജസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. ഈ PDF നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ അതൊന്നും കൂടെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ശരി, അടുത്തത് നമ്മൾ ഇതുവരെയുള്ള ഈ സദേൺ റെയിൽവേന്റെ എല്ലാ സെന്ററുകളും എല്ലാ സോണുകളും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാത്തൊരു സോൺ ഉണ്ട്, അതാണ് സെക്കന്ദരാബാദ്. അതിനെപ്പറ്റി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം. തിരുവനന്തപുരത്തിന്റെ പ്രശ്നം എന്താ, അവിടെ വേക്കൻസീസ് കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. ചെന്നൈന്റെ പ്രശ്നം എന്താ, വേക്കൻസീസ് കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. ബാംഗ്ലൂരിന്റെ പ്രശ്നം എന്താ, വേക്കൻസീസ് കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. സെക്കന്ദരാബാദ് ആണ് അടുത്തതായിട്ട് നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം. സെക്കന്ദരാബാദ് അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. കാരണം അവിടെ ഏകദേശം 272 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയി കണ്ടോണേ, മനസ്സിലാക്കണേ. അതില് സൗത്ത് ഇന്ത്യയിലെ 492 വേക്കൻസിയിൽ 3/4 ഭാഗം എവിടെയുള്ളത്, സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ 492 വേക്കൻസിയേ ഉള്ളൂ. അതിൽ 3/4 ഭാഗം എവിടെയുള്ളത്, സെക്കന്ദരാബാദിലാണുള്ളത്. എന്താ സെക്കന്ദരാബാദിന്റെ പ്രത്യേകത, കേരളത്തിൽ നിന്ന് അടുത്താണ്,
അതുപോലെ തന്നെ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് സെക്കന്ദരാബാദ് ഇമ്പോർട്ടന്റ് ആവുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു സ്വീറ്റ് സ്പോട്ട് ആയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. സ്വീറ്റ് സ്പോട്ട് തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയിലെ ഒരു സ്വീറ്റ് സ്പോട്ട് തന്നെയാണ് സെക്കന്ദരാബാദ്. നോക്കിയോ, സ്റ്റേറ്റ് നിങ്ങൾക്കറിയാം തെലങ്കാനയാണ്. അവിടെ ഏകദേശം ഇവിടെ വരെ 1000 കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത്. ഇനി അവിടെ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് വേക്കൻസി 272 വേക്കൻസി അവിടെ ഉണ്ട്. ഇനി അതില് B2, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ B2 രണ്ടാമത്തത് വരുന്നതിൽ 251 വേക്കൻസി, ബാക്കി 2 വേക്കൻസിയും കുറവാണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ക്ലർക്ക് B2 നിങ്ങൾക്ക് 6/9 അല്ലെങ്കിൽ 6/12 ഒക്കെ ആണെങ്കിൽ ലേസിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സെക്കന്ദരാബാദിലെ കൊമേഴ്ഷ്യൽ ക്ലർക്ക് കൊടുക്കാം. അത്യാവശ്യം നല്ല വേക്കൻസി ആട്ടോ. അത് 251 എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേക്കൻസിയാണ്, നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോ ഇതൊരു നമ്മൾ എന്താ പറയാ സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അത്യാവശ്യം ദൂരേക്ക് പോകുന്നതിന് കുഴപ്പമില്ല, എന്നാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ പറ്റും. ഇത്ര കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് തിരുവനന്തപുരത്ത് ഒരാൾ കൊടുക്കുന്നു, മറ്റേ ആൾ സെക്കന്ദരാബാദ് കൊടുക്കുന്നു. സെക്കന്ദരാബാദ് കൊടുക്കുന്ന ആൾക്ക് അഡ്വാൻറ്റേജ് ആണ്, അയാൾ കുറച്ച് ദൂരെ ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇത് നല്ലൊരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഇത് മാത്രമല്ലല്ലോ, നമുക്ക് ഇന്ത്യയിൽ ഇനിയും സെന്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ഏതെങ്കിലും കിട്ടിയാലോ. ശരി, അടുത്തതാണ് മുംബൈ. മുംബൈനെ ഒരു ടൈപ്പിംഗ് പാരഡൈസ് ആയിട്ട് നമുക്ക് കാണാം. എന്താ ടൈപ്പിംഗ് പാരഡൈസ് എന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം, ഏറ്റവും നമ്മുടെ എന്താ പറയാ ഏറ്റവും ചെറിയ വിഷൻ സ്റ്റാൻഡേർഡ് ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും കുറവ് വിഷൻ സ്റ്റാൻഡേർഡ് C2 ആണ്. ആ C2 ഉള്ള വേക്കൻസി പോസ്റ്റ് ആണ് ടൈപ്പിംഗ്, അല്ലെ, ടൈപ്പിംഗ് പോസ്റ്റ്, ടൈപ്പിംഗ് ക്ലർക്ക് പോസ്റ്റ്. ആ പോസ്റ്റ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്. 314 പോസ്റ്റ് അക്കൗണ്ട്സ് ക്ലർക്ക്. ഓക്കെ, അക്കൗണ്ട്സ് ക്ലർക്കിന് 314 പോസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ കാഴ്ച എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മുംബൈ ആണ്. പക്ഷെ മുംബൈക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം, നിങ്ങൾ മുംബൈയിൽ പോയിട്ടുണ്ടാവും. പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അത്യാവശ്യം നല്ല റഷ് ഉള്ള സിറ്റിയാണ്, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പൊ നമ്മൾ അവിടെ താമസിക്കേണ്ടി വരും. അവിടെ താമസിക്കേണ്ടി വരുന്ന സമയത്ത് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന എക്സ്പെൻസസ് ഉണ്ട്. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് അവിടെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എന്ത് പറയാം, ഈ പറയുന്ന മുംബൈ എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ആ സോൺ ഓവർവ്യൂവിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ വേക്കൻസി എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരി, അടുത്തതാണ് കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി. ഞാൻ നേരത്തെ പറഞ്ഞതെന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ഏറ്റവും കൂടുതൽ വേക്കൻസി കൊൽക്കത്തയിലാണ്, അത് കഴിഞ്ഞ മുംബൈയിലാണ്. അത് കഴിഞ്ഞിട്ടേ സെക്കന്ദരാബാദ് വരുള്ളൂ. ഞാൻ രണ്ടാമത് സെക്കന്ദരാബാദ് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, നോക്ക്, കൊൽക്കത്തയില് എത്രയാണ് വേക്കൻസി ഉള്ളതെന്ന് ശ്രദ്ധിക്കണേ. കൊൽക്കത്തയിലെ വേക്കൻസീസ്, ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കണം. അതിന്റെ കൂടെ വേക്കൻസീസ് നോക്കണം. വേക്കൻസീസ് 499 ആണ്. സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത്രയും വേക്കൻസി ഇല്ല. 499 വേക്കൻസീസ് കൊൽക്കത്തയിലുണ്ട്. പക്ഷെ കൊൽക്കത്തയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എവിടെയാ, അങ്ങ് നോർത്ത് ഈസ്റ്റിന്റെ അടുത്താണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഈസ്റ്റ് കോസ്റ്റ് ഭാഗത്തായിട്ടാണ് വരിക. അപ്പൊ ആ ഒരു ദൂരം നമ്മൾ അവിടെ മനസ്സിലാക്കണം. ദൂരമാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് വരാൻ പോകുന്നത്. അവിടെ എല്ലാത്തിനും അത്യാവശ്യം വേക്കൻസി ഉണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിംഗ് പോസ്റ്റ് 137 വേക്കൻസി ഉണ്ട്. അതുപോലെ ജൂനിയർ ക്ലർക്ക് 14 വേക്കൻസി ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് 49 വേക്കൻസി ഉണ്ട്. കൊമേഴ്ഷ്യൽ ക്ലർക്ക് 299 വേക്കൻസി ഉണ്ട്. അതായത് B2 ഉള്ള എത്ര 299, B2 299 വേക്കൻസി ഉള്ളത്. 299 ആണ് B2. അതുപോലെ C2 വരുന്ന എത്രയാ 137ഉം 14ഉം. ഓക്കെ, ഏകദേശം 151 വേക്കൻസി. C2 151 വേക്കൻസി ഉണ്ട്. അതുപോലെ ട്രെയിൻസ് ക്ലർക്ക് 49 വേക്കൻസി ഉണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് കൊൽക്കത്തയിലാണ്. ഓക്കെ, അപ്പോ ഇത്രയും അവസരങ്ങൾ കൊൽക്കത്തയിലുണ്ട്. കൊൽക്കത്തയിൽ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യും. ഇന്ത്യന്റെ ആ ഭാഗത്തുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യും. സ്റ്റിൽ നമുക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. കാരണം നമ്മൾ നന്നായി പഠിക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ ഉള്ള ആളുകൾ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് പ്രഷർ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നന്നായി പഠിക്കുന്ന ആളുകളാണ്. പക്ഷെ ദൂരമാണ് നമ്മളെ സംബന്ധിച്ച് വിഷയമാവുന്നത്, അല്ലെ. അവിടെ ഫാദസ്റ്റ് ഫ്രം കേരളയാണ്. അതായത് ഏകദേശം ഒരു 3000-നടുത്ത് കിലോമീറ്റർ, 2600 കിലോമീറ്റർ ആണ് നമ്മൾ നോക്കിയപ്പോ കണ്ടത്. 2600 കിലോമീറ്ററോളം നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങൾ കൊൽക്കത്തയിൽ പോയ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ പറയുക എങ്ങനെയാണ് കൊൽക്കത്തയിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളത്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ അവിടെ നമ്മളെ മനസ്സിൽ വെക്കേണ്ടത്. ഞാൻ ഇതൊക്കെ തുറന്നു പറയാനുള്ള കാരണം നിങ്ങൾ അവിടെ പോയി ജീവിക്കാനുള്ളതാണ്. ഞാൻ കൊൽക്കത്തയിൽ അപ്ലൈ ചെയ്തോ, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് ജോലിയും കിട്ടി, കൊൽക്കത്തയിലുള്ള ലൈഫ് സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെയാണ് ഓർക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എടുത്ത് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 വർഷം അല്ലെങ്കിൽ 10 വർഷം നമ്മൾ അവിടെ നിൽക്കേണ്ട ആളുകൾ തന്നെയല്ലേ. അതെ, ശരി. ഇനി അടുത്തതാണ് പ്രയാഗ്രാജ് വരുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതില് ഇതുവരെ പറഞ്ഞതില്
മൂന്നാമതായിട്ട് വേക്കൻസി ഉള്ളത് പ്രയാഗ്രാജ് ആണ്. പ്രയാഗ്രാജിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി B2-ലുള്ളത് 293 വേക്കൻസിയാണ്. C2-ലുള്ളത് 8 വേക്കൻസിയാണ്. ഓക്കെ, അവിടെ കോമ്പറ്റീഷൻ റേഷ്യോ അത്യാവശ്യം കുറവാണ് പ്രയാഗ്രാജിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയും അതുപോലെ തന്നെ കൾച്ചറും ഒക്കെ നമ്മളായിട്ട് വളരെ ഡിഫറെന്റ്. കൊൽക്കത്തേനെ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് പ്രയാഗ്രാജിന്റെ അവസ്ഥ. ദൂരമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ദൂരം വിഷയമില്ലാത്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. തിരുവനന്തപുരത്തിന്റെ അത്രയൊന്നും കോമ്പറ്റീഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം. ഓക്കെ, അതാണ് അവിടുത്തെ ഒരു കാര്യം. പ്രയാഗ്രാജ് അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ RRBയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കമ്പയർ ചെയ്ത് പോവാം. ഇനിയുള്ളതൊന്നും അത്ര റെലവെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കമ്പയർ ചെയ്ത് പോകുന്നത്. ശ്രദ്ധിച്ചോ, അഹമ്മദാബാദ് ഉണ്ട്, അവിടെ 153 വേക്കൻസിയാണുള്ളത്. ഭോപ്പാൽ ഉണ്ട്, 123 വേക്കൻസിയാണുള്ളത്. നോർത്ത് ഈസ്റ്റ് മൊത്തത്തിൽ ഗുവാഹത്തിയാണ്, അവിടെ 135 വേക്കൻസിയാണുള്ളത്. ഭുവനേശ്വറില് 18 വേക്കൻസീസ് മാത്രമാണുള്ളത്. ടൈപ്പിംഗ് മാത്രമേ ഭുവനേശ്വറിലുള്ളൂ. അപ്പൊ ഇത്രയാണ് ഓവറോൾ. പെട്ടെന്ന് ഞാനൊരു കമ്പാരിസൺ നടത്തുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തണ്ടേ, അതാണല്ലോ നമ്മുടെ ആവശ്യം. എന്ത്, ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, ഇനി ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ അടുത്ത മണി നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ് വാ. Okay, all right. Okay, വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. നമുക്ക് ആകെ മൊത്തം 3000 വേക്കൻസി ഉള്ളത്. അതില് ഏറ്റവും കൂടുതൽ ഞാൻ ഒന്നുകൂടെ പറയാണ്, കൊൽക്കത്ത ഉണ്ട്, അത് കഴിഞ്ഞാൽ മുംബൈ ഉണ്ട്, പ്രയാഗ്രാജ് ഉണ്ട്, സെക്കന്ദരാബാദ് ഉണ്ട്, അഹമ്മദാബാദ് ആണ് 5ാമതായിട്ട് വരുന്നത്. അതിൽ നമ്മളെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ആദ്യം വന്ന ആരാ? സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സെക്കന്ദരാബാദ് ആണുള്ളത്. ശരി, ഇനി നമ്മളൊരു ഫൈനൽ ഒരു ഓവറോൾ ഒരു എന്താ പറയാ അനാലിസിസിന്റെ എൻഡിലേക്ക് പോവാണ്. എന്റെ സജഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാ, ശ്രദ്ധിച്ചോളാം. അവിടെ കൊൽക്കത്ത നിങ്ങൾക്ക് പെർഫെക്റ്റ് വിഷൻ പ്രയോറിറ്റി, അതായത് നിങ്ങൾക്ക് നല്ല കാഴ്ചശക്തി ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് മാക്സിമം ജോബ് പ്രയോറിറ്റി, അതായത് ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യം. നിങ്ങൾക്ക് ദൂരം പ്രശ്നമല്ല, അതുപോലെ നല്ല വിഷൻ ഉണ്ട്, നല്ല കാഴ്ചശക്തി ഉണ്ട്, ദൂരം പ്രശ്നമല്ല എന്നുള്ള ആളുകൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താ? കൊൽക്കത്തയാണെന്ന് ഞാൻ പറയും. അവിടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. വേക്കൻസീസ് വെച്ച് നോക്കുമ്പോൾ വേക്കൻസീസ് ഏറ്റവും കൂടുതലാണ്, 499 വേക്കൻസി. ഇനി മുംബൈയിലേക്ക് വരുമ്പോ അത് 494 വേക്കൻസിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് മുംബൈ എടുക്കാം. പക്ഷെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും ചിന്തിക്കാം, കേരളത്തിൽ അടുത്തുള്ളത് എവിടെയാ? മുംബൈയാണ്. പക്ഷെ നമുക്ക് ദൂരം പ്രശ്നമില്ലാത്ത ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് കൊൽക്കത്ത അപ്ലൈ ചെയ്താലും വിഷയമല്ല. മൂന്നാമത്തെ ഓപ്ഷൻ പ്രയാഗ്രാജ് ആണ്. അപ്പൊ ദൂരം വിഷയമില്ല, നല്ല കാഴ്ചശക്തി, കൊൽക്കത്ത, മുംബൈ, പ്രയാഗ്രാജ്, ഇതാണ് ഓർഡർ. ബാക്കി നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളെ വിഷന്റെ കാര്യങ്ങളും ഏതൊക്കെ പോസ്റ്റ് ആണ് പ്രയോറിറ്റി കൊടുക്കണമെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ മതി. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോ വിഷൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഇനി വിഷനുമായി ബന്ധപ്പെട്ട് വിഷയമുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. യെസ്, അടുത്തതും വിഷൻ തന്നെയാണ്. നല്ല വിഷൻ ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിഷൻ ഉണ്ട്, പക്ഷെ ലൊക്കേഷൻ ഒരുപാട് ദൂരേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവർക്ക് ഏറ്റവും ബെസ്റ്റ് തിരുവനന്തപുരമാണ്. ഒരുപാട് ദൂരെ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരവും ബാംഗ്ലൂരും ചെന്നൈയും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വിഷൻ ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് പഠിക്കും, നല്ല സ്ട്രോങ് ആയി പഠിക്കും എന്നാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ 3 കൊടുത്താൽ വിഷയമില്ല എന്ന് പറയാം. പക്ഷെ ബാംഗ്ലൂർ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. ഏറ്റവും കുറവ് വേക്കൻസി ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിനെ നിങ്ങൾ എല്ലാ ഡിസ്കഷനിലും ഔട്ട് ആക്കിയേക്കുക. ഇനി അവിടെ അതൊരു സ്ട്രാറ്റജിക് അപ്രോച്ച് ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന വേക്കൻസിയാണ്. നല്ല കോമ്പറ്റീഷൻ ഉള്ള സ്ഥലമായതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കും എന്നുള്ളൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടി പാടുള്ളൂ. പ്രത്യേകിച്ച് SSC CGL ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ CGL ആണ് മെയിൻ ആയി ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ അതിന്റെ കൂടെ ഇത് എഴുതുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം കൊടുക്കാം. ഓക്കെ, അവിടെ ഇതാണ് ഞാൻ അവസാനം എഴുതിയ പോയിന്റ് ആണ്. എക്സ്ട്രീംലി വെൽ ആയിട്ട് എന്ത് ചെയ്തോണം? എക്സാമിന് പ്രിപ്പയർ ചെയ്തോണം. ഈ ഒരു ഐഡിയ, ഈ ഒരു രീതിയിൽ പോകുന്ന ആളുകളാണെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് വിഷൻ, ദൂരം പ്രശ്നമില്ലാത്ത ആളുകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പെർഫെക്റ്റ് വിഷൻ, ദൂരം പ്രശ്നമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് യെസ്, ഗ്ലാസസ് അല്ലെങ്കിൽ ലാസിക് ചെയ്ത ആളുകൾ അവരെന്താ ചെയ്യേണ്ടത്? അതായത് വിഷൻ
ഇച്ചിരി വിഷയമായി പോയി, കാഴ്ചശക്തിക്ക് ചെറിയ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത് എന്താ? മുംബൈയാണ്. ഞാൻ പറഞ്ഞു ടൈപ്പിംഗ് പാരഡൈസ് ആണ് മുംബൈ. ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് വിഷയമല്ല, കണ്ണിന്റെ കാഴ്ചശക്തി അതൊരു വിഷയമല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, C2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മുംബൈയാണ് അതിന് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ രണ്ടാമത് കൊൽക്കത്തയാണ്, മൂന്നാമത് സെക്കന്ദരാബാദാണ്. ശരി, നമുക്ക് ദൂരം വിഷയമല്ല, പക്ഷെ നമ്മളെ കാഴ്ചശക്തി പ്രശ്നമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയാൻ വേണ്ടി കഴിയാം. അപ്പൊ 3 പറഞ്ഞു കേട്ടോ, 3 കേസസ് ഞാൻ പറഞ്ഞു. നാലാമത്തെ കേസ് കാഴ്ചശക്തി പ്രശ്നമാണ്, ലൊക്കേഷനും പ്രശ്നമാണ്, ഒരുപാട് ദൂരെ പോകാൻ പറ്റൂല. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം തിരുവനന്തപുരത്ത് കുറച്ച് പോസ്റ്റ് ഉണ്ട്, 83 പോസ്റ്റ് ഉണ്ട് കാഴ്ചശക്തി B2 ലെവൽ ഉള്ളത്. അപ്പോ തിരുവനന്തപുരം ഒരു ഓപ്ഷനായി വെക്കാം. ചെന്നൈയിൽ ഏകദേശം 79 B2 C2 കൂടെ 79 പോസ്റ്റ് ഉണ്ട്, അതൊരു ഓപ്ഷനായിട്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ സെക്കന്ദരാബാദ് ഉണ്ട്. സെക്കന്ദരാബാദിൽ 268 പോസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ അതൊന്നുള്ള മൂന്നാമത് വെച്ചെന്ന് അറിയാമോ, നിങ്ങൾക്ക് ലൊക്കേഷൻ പ്രയോറിറ്റി പ്രശ്നമാണല്ലോ. ചെന്നൈ ഏകദേശം 500 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ സെക്കന്ദരാബാദ് ഏകദേശം 1000 കിലോമീറ്റർ ദൂരെയാണ്. അതുകൊണ്ടാണ് മൂന്നാമത് വെച്ചത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്? സെക്കന്ദരാബാദ് ആണ്. ഓക്കെ, ഈ കാഴ്ചശക്തിയും പ്രശ്നമുണ്ട്, ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല. ഒരു 1000 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്താ? സെക്കന്ദരാബാദ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ, അടുത്തത് ടൈപ്പിംഗ് സ്കിൽസിന്റെ അഡ്വാൻറ്റേജ് ഉള്ള ആൾക്കാർ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈപ്പിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ, ടൈപ്പിംഗ് സ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ പറഞ്ഞ ടൈപ്പിസ്റ്റ് ആവണമെങ്കിൽ, ടൈപ്പിംഗ് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം, സ്കില്ല് നന്നായി ഉണ്ടായിരിക്കണം. അങ്ങനെ ടൈപ്പിംഗ് സ്കില്ലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും മുംബൈ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ ടൈപ്പിംഗ് വേക്കൻസി ഉള്ളത്, രണ്ടാമത് കൊൽക്കത്തയിലാണ്, പിന്നെ 58 ടൈപ്പിംഗ് പോസ്റ്റ് ചെന്നൈയിലുണ്ട്. അപ്പോൾ ടൈപ്പിംഗ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ചെന്നൈ അങ്ങനെ ചൂസ് ചെയ്യുന്നത് സേഫ് അല്ല, പക്ഷെ ടൈപ്പിംഗിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നുള്ള ഓർഡർ ഓർത്തു വെക്കുക. ശരി, ഞാൻ ഒന്നുകൂടെ പറയാം, ഈ PDF ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് തരും, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പ്രോപ്പർ ആയിട്ട് എടുത്ത് നോക്കാൻ വേണ്ടി കഴിയും. ശരി, അടുത്തത് അവസാനത്തത് ബാലൻസ്ഡ് അപ്രോച്ച് ആണ്. ഇതാണ് ഒരു ആവറേജ് സ്റ്റുഡന്റ്, നിങ്ങൾക്ക് ദൂരം വലിയ കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം ഒരുപാട് ദൂരം പോകാൻ എനിക്ക് വയ്യ, ഈ കൊൽക്കത്തയും പ്രയാഗ്രാജൊന്നും പോകാൻ എനിക്ക് വയ്യ, അതുപോലെ ഭയങ്കര കോമ്പറ്റീഷൻ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ, അത്യാവശ്യം നല്ലൊരു റെക്കമെൻഡേഷൻ എനിക്ക് തരണം, അതുപോലെ തന്നെ ഐവിഷൻ ഒരു സ്റ്റാൻഡേർഡ് ആണ്, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, നമ്മൾ 4 ഓപ്ഷൻസാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് ഭുവനേശ്വർ ആണ്, അത്യാവശ്യം ദൂരെയാണ്. പിന്നെ ഒന്ന് മുംബൈ ആണ്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് സെക്കന്ദരാബാദ് ആണ്. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ ആരെ എടുത്തോളാം? സെക്കന്ദരാബാദ് എടുത്തോളാം. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ ആരെ എടുത്തോളാം? മുംബൈ എടുത്തോളാം. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ഭുവനേശ്വർ എടുത്തോളാം. ഭുവനേശ്വർ ഒഴിവാക്കിയാലും പ്രശ്നമില്ല, സെക്കന്ദരാബാദോ മുംബൈ, ഇതാണ് നല്ലത്. ഇതാണ് എന്റെ ഒരു റെക്കമെൻഡേഷനായി ഞാൻ പറയുന്നത്. ദൂരം കൊണ്ടും അതുപോലെ തന്നെ വേക്കൻസി കൊണ്ടും പിന്നെ ഈ കാഴ്ചശക്തിന്റെ എല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് മുംബൈ ഓർ സെക്കന്ദരാബാദ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്തെങ്കിലും കൺസേൺസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ പറയാം. ചിലപ്പോൾ അത് അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, അവിടെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരു വിഷയം ഇല്ലേ എന്ന് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റിൽ പറയാം. എന്നിട്ട് അതിന് ആർക്കെങ്കിലും സൊല്യൂഷൻ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ ഒരു റെക്കമെൻഡഡ് ചോയ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അതെവിടെയാ? സെക്കന്ദരാബാദ് ആണ് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ ബാക്കി ഗോൾഡൻ സ്ട്രാറ്റജീസ് ഒക്കെ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മളെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ PDF കൃത്യമായി എടുത്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും കേട്ടോ. അപ്പോ ജോബ് പ്രോബബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് നോക്കി, ലൊക്കേഷൻ നിയർ കേരള നോക്കി, ബാലൻസ്ഡ് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷനായി തോന്നുന്നത് എവിടെയാ? സെക്കന്ദരാബാദ് ആണ്. ഈ 3 കാര്യങ്ങളും നല്ലതായി തോന്നുന്നത് സെക്കന്ദരാബാദാണ്. അതിൽ ജോബ് പ്രയോറിറ്റി മാത്രം നോക്കി ആരാ നമുക്ക് എടുക്കാൻ പറ്റുക? കൊൽക്കത്ത അല്ലെങ്കിൽ മുംബൈ. ഓക്കെ, ഇനി ലൊക്കേഷൻ മാത്രം നോക്കിയാൽ ട്രിവാൻഡ്രം, ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ. ഇനി ഞാൻ പറഞ്ഞ പോലെ മൂന്നാമതായിട്ട് ബാലൻസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആരാ? സെക്കന്ദരാബാദ്. അങ്ങനെ 3 സ്റ്റേജസ് ആയിട്ട് അവസാനം ഞാൻ ഏറ്റവും സിമ്പിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒക്കെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരി, ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. കോമ്പറ്റീഷനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ട് കോമ്പറ്റീഷൻ ഉള്ള തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പൊ അത്
ഓർത്ത് വെച്ചോളാം. ഏറ്റവും കോമ്പറ്റീഷൻ കുറവ് കൊൽക്കത്ത, പ്രയാഗ്രാജ്, ഗുവാഹത്തി ഒക്കെയാണ്. അതും നിങ്ങൾ ഓർത്ത് വെച്ചോളാം. എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം ഇതാണ്. അവസാനമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്. യെസ്, ഓക്കെ. വാർണിംഗ്സിൽ ഒന്ന്, ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് അപ്ലൈ ചെയ്താൽ നിങ്ങൾ എന്താവും, റിജക്ട് ആയി പോകും. അതുപോലെ തന്നെ ഒരു RRB ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. മൂന്നാമതായിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് സ്ട്രിക്റ്റ് ആണ്. വെറുതെ അനാവശ്യമായിട്ട് അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി അതുപോലെ തന്നെ 5 മുതൽ 10 വരെ വർഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്ഫർ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വൃത്തിയായി കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ചൂസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് എനിക്ക് ഓവറോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കപ്പെടേണ്ട സംശയങ്ങളാണെങ്കിൽ, അല്ല, മറുപടി തരേണ്ട സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും തരുന്നത് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും നന്നായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യുക. എന്റെ സജഷൻസ് നിങ്ങൾ ബ്ലൈൻഡ് ആയി എടുക്കരുത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വീഡിയോ ഒരു 10,000 അല്ലെങ്കിൽ 15,000 ആളുകൾ കണ്ട് അവരതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവരെല്ലാവരും സെക്കന്ദരാബാദ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കന്ദരാബാദിന് എന്ത് കൂടാൻ സാധ്യതയുണ്ട്, കോമ്പറ്റീഷൻ കൂടാൻ സാധ്യതയുണ്ട്. അതും കൂടെ നിങ്ങൾ ഓർക്കണം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു മൈൻഡ് ഗെയിം ആണ്. അപ്പൊ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രയാണ് എനിക്ക് ഓവറോൾ പറയാനുള്ളത്. ബാക്കി നിങ്ങളെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് അപ്ലൈ ചെയ്യാനും, തെറ്റുകൾ കൂടാതെ അപ്ലൈ ചെയ്യാനും, 28-ാം തീയതിക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാനും, അതുപോലെ തന്നെ നന്നായി പഠിക്കാനും കഴിയട്ടെ. നന്നായി പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട അസിസ്റ്റൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു ഡെമോ സെഷൻ ഇരുന്ന് നോക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോഴിക്കോട്, തിരുവനന്തപുരം, കൊട്ടാരക്കര, കൊല്ലം, അതുപോലെ തന്നെ തൃശ്ശൂർ പോലുള്ള 5 സെന്ററുകളിലും നിങ്ങൾക്ക് ക്ലാസ്സസ് അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി തരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉത്തരവാദിത്തമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൾ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.